ടെഹ്റാനിലെ ഭരണകൂട ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള തീവ്രമായ ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണത്തെ ഇറാനിയൻ തലസ്ഥാനത്ത് വീശുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിശേഷിപ്പിച്ചത്. ടെഹ്റാനിൽ ഒരു ചുഴലിക്കാറ്റ് വീശുകയാണ്. ഭരണകൂടത്തിന്റെ പ്രതീകങ്ങൾ പൊട്ടിത്തെറിക്കുകയും തകരുകയും ചെയ്യുന്നു. നിരവധി ടെഹ്റാൻ നിവാസികൾ നഗരം വിട്ട് പലായനം ചെയ്യുകയാണെന്നും സ്വേച്ഛാധിപത്യങ്ങൾ തകർന്നു വീഴുന്നത് ഇങ്ങനെയാണെന്നും കാറ്റ്സ് പറഞ്ഞു. അതേസമയം ഇറാന്റെ ആണവ ബാലിസ്റ്റിക് കമാൻഡ് കഴിവുകളെ ആഴത്തിൽ ആക്രമിച്ചതായി IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറഞ്ഞു. ഇറാനിയൻ ഭരണകൂടം ഒരു ആണവായുധത്തിലേക്ക് അടുക്കാൻ വർഷങ്ങൾ ചെലവഴിച്ചുവെന്നും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുവെന്നും ഡെഫ്രിൻ പറഞ്ഞു. ഇസ്രായേലിന്റെ ദൗത്യം വ്യക്തമാണെന്നും ആണവ ഭീഷണി നീക്കം ചെയ്യുമെന്നും ഡെഫ്രിൻ കൂട്ടിച്ചേർത്തു. സൈനിക ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇറാൻ സാധാരണക്കാരുടെ വീടുകൾ ആക്രമിക്കുകയാണ്. ഇസ്രായേൽ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ IDF കൃത്യതയോടെയും ശക്തിയോടെയും ദൃഢനിശ്ചയത്തോടെയും പ്രവർത്തിക്കുന്നത് തുടരുമെന്നും ഡെഫ്രിൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.